ഗൈസ്, നമുക്കൊന്നൊരു ഡേ മൈ ലൈഫ് ഉണ്ടല്ലോ. അതിൽ നിന്ന് എനിക്ക് പറയല്ലേ, ഇതെന്നോ എടുത്ത് വെച്ച് കഴിഞ്ഞ സൺഡേ സാറ്റർഡേ എന്നോ എടുത്ത് വെച്ച് ഇതാട്ടോ. പിന്നെ എനിക്ക് മടിയല്ല, പിന്നെ തീരെ സമയമല്ല, എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ സമയം പോകില്ലേ. അതുകൊണ്ട് എനിക്ക് തീരെ സമയമല്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ ഇതൊന്നും ഇടായിരുന്നത്. പിന്നെ എൻ്റെ സ്റ്റഡി ഏറി ഭയങ്കര മോശമായി കിടക്കുന്നത്. പിന്നെ അത് നേരാക്കി. പിന്നെ എനിക്ക് ഇവിടെ കേസ്തറ്റിക്കാക്കി നേരെ ഇതാക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ സമയം തീരെ ഇല്ല. പിന്നെ ഞാൻ ഈ കുപ്പായത്തിൻ്റെ അവിടെ നിന്ന് എന്തൊക്കെ കാട്ടണുണ്ട് എനിക്കൊന്നും ഇപ്പോൾ മനസ്സിലാവണില്ല. ഞാൻ അന്നെന്തോ പ്രതീക്ഷിച്ച് ചെയ്തതാണെങ്കിലും പക്ഷെ തീരെ മനസ്സിലാകുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ ട്യൂഷന് പോകാൻ ഒരുങ്ങി. പിന്നെ കുറച്ച് നേരം കാണാൻ മുന്നേ വലിയ ആളായി. പിന്നെ ട്യൂഷൻ വിട്ട് വന്നതിന് ശേഷം ഞാൻ മുഖത്ത് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈരൊക്കെ പിന്നെ ബയോളജീൻ്റെ നോട്ടൊക്കെ കുറേ ഫുള്ളാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഫുള്ളാക്കിയായിരുന്നു. നിങ്ങളൊക്കെ നോട്ടൊക്കെ എഴുതിയെത്തി പഠിക്കാനൊക്കെ തുടങ്ങിയിട്ട് അതിൻ്റെ അപ്പോഴൊക്കെ സെറ്റാക്കിയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ അധികം ഞാൻ ചെയ്യുക വരക്കല്ല, ഇതൊക്കെ അച്ചടിക്കുക ചെയ്യുക. എൻ്റെ മാതിരി അച്ചടിക്കുന്നുണ്ടെങ്കിൽ പറയുണ്ടോ. പിന്നെ കുറേ വരക്കാണ്ടാവില്ലേ. എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ വെറുപ്പിച്ച് ഇതാക്കിയായിരുന്നു. ഞാൻ എവിടേക്ക് തിരിഞ്ഞാലും ഉണ്ടാവും എൻ്റെ പിന്നെ എൻ്റെ ബുക്കൊക്കെ എടുത്ത് കേടിയിരുത്തിയായിരുന്നു. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കുറേ വ്ളോഗുകളൊക്കെ ഇടണം, സ്റ്റഡി ആയിട്ടും ഇതായിട്ടും അങ്ങനെ കുറേ വ്ളോഗുകൾ ഇടണം. പിന്നെ ഓള് കണ്ണാടിന് മുന്നിൽ നിന്നിട്ട് വലിയ ആളെ പിന്നെ കുറച്ച് നേരം എൻ്റെ അമ്മേനെ നെയ്റ്റ് ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം മെയിനായി. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.